ഗുഡ് മോർണിംഗ്. ഞാൻ നിംസ് ടാരോട്ട് റീഡറാണ്. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന കാർഡ്സ് ഒറക്കിൾ കാർഡ്സാണ്. യൂണിവേഴ്സിൽ നമ്മളുടെ ആവശ്യങ്ങൾ നമ്മൾ സമർപ്പിക്കുക, യൂണിവേഴ്സിനെല്ലാം വിട്ടുകൊടുക്കുക. നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റീയൂണിയൻ പോസിബിൾ തന്നെയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരുന്ന നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണാനായിട്ട് എത്രയും പെട്ടെന്ന് എത്തുമെന്ന് തന്നെയാണ് ഈ കാർഡ്സും സൂചിപ്പിക്കുന്നത്. അവർ പറയാണ്, I know my inability to make a decision hurt you. അവരൊരു തീരുമാനം എടുത്തത് നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് അവർക്കറിയാം. അവർ ഫെയിലായിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യം, നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് നിങ്ങൾക്ക് തരാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടില്ല. നിങ്ങളുടെ ആവശ്യം കുറേ പണമോ സമ്പാദ്യമൊന്നുമല്ല, കുറച്ച് സമയമാണ് അല്ലേ. നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തി നമ്മുടെ കൂടെ ഉണ്ടാവണം, അവരുടെ കൂടെയുള്ള ആ മൊമെൻറ്റ്സൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യം. അതുപോലും തരാനായിട്ട് എനിക്ക് സാധിച്ചില്ലല്ലോ പ്രിയപ്പെട്ടവനെ, പ്രിയപ്പെട്ടവളെ. എനിക്ക് മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ട്. ഞാൻ എടുത്ത തീരുമാനങ്ങൾ റോങ് ആയി പോയെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എൻ്റെ ഹേർട്ട് ബ്രോക്കണാണ്. ഐ ഫീൽ ഷാറ്റേർഡ് അബൌട്ട് ദിസ് സിറ്റുവേഷൻ. അത്രത്തോളം വിഷമിച്ചിരിക്കുകയാണ്. നമ്മളുടെ ഈ റിലേഷൻഷിപ്പിൽ ഒരു ഗിവ് ആൻഡ് ടേക്ക് കൊണ്ടുവരണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. അവർ മാപ്പ് ചോദിക്കുന്നുണ്ട്. അവർ ചോദിക്കുക നിങ്ങളുടെ അടുത്ത്. ഈ കഴിഞ്ഞു പോയ പാസ്റ്റിൽ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. നിങ്ങളുടെ ഓർമ്മകൾ, നിങ്ങളോട് ചെയ്ത തെറ്റുകൾ, നിങ്ങളോട് മിണ്ടാതിരുന്ന സമയം, നിങ്ങൾ അവോയ്ഡ് ചെയ്ത സമയം, അവർക്ക് തരാൻ കഴിയാതെ പോയ നിമിഷങ്ങൾ, അതിലെല്ലാം ഞാൻ മാപ്പ് ചോദിക്കുക. ഞാൻ ആ സമയത്തിൽ എത്രത്തോളം നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടോ അതിനെല്ലാം എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റണം. എത്രത്തോളം വിഷമിച്ചിട്ടുണ്ട്, എന്നോട് ക്ഷമിക്ക് എന്ന് പറഞ്ഞിട്ട് അവരെന്തായാലും നിങ്ങളുടെ അടുത്തേക്ക് വരും. റിയൂണിയൻ പോസിബിളാണ്. നിങ്ങൾ ധൈര്യമായിട്ടിരുന്നോളൂ. ഒരു പുതിയ തുടക്കം തന്നെയാണ് വരാൻ പോകുന്നത്. ഈ 2024 അവസാന നാളുകൾ നിങ്ങൾക്കുള്ളതാണ്. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളുടെ പേഴ്സൺ എത്താനും നിങ്ങളോട് ഇക്കാര്യങ്ങൾ പറയാനും. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിൽ കുറേ പേരുടെയൊക്കെ റിയൂണിയൻ ഇന്ന് പോസിബിൾ ആവട്ടോ. യൂണിവേഴ്സ് പറയുന്നുണ്ട്, അവരെത്രയും പെട്ടെന്ന് എത്താനായിട്ട് അതിയായി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരുടെ ചിന്ത നിങ്ങളെക്കുറിച്ച് മാത്രമാണ്. അവരൊരുപാട് വിഷമിക്കുന്നുണ്ട്. അവരായിരിക്കുന്ന സിറ്റുവേഷനിൽ അവരൊരുപാട് വിഷമിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്ത് എത്താൻ തന്നെയാണ് അവരും ആഗ്രഹിക്കുന്നത്, യൂണിവേഴ്സും ബ്ലെസ് ചെയ്യുന്നത്. ഇത് എൻ്റെ വാക്കുകളല്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയെടുത്ത കാർഡ്സ് പറയുന്നതാണ്. എൻ്റെ റീഡിങ് നിങ്ങൾക്ക് പോസിബിൾ ആവുന്നു എന്ന് ഉണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം, എന്നെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാലേ എനിക്ക് കൂടുതൽ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുകയുള്ളൂ. ഞാൻ യൂണിവേഴ്സിൽ ബിലീവ് ചെയ്തുകൊണ്ടാണ് കാർഡ്സ് എടുക്കുന്നത്. എനിക്ക് കിട്ടുന്ന കാർഡ്സ് എൻ്റെ പേഴ്സണ്, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് ഉപകാരമാകട്ടെ. ഇപ്പം അനുഭവിക്കുന്ന സിറ്റുവേഷനിൽ എത്രത്തോളം എൻ്റെ റീഡിങ് അവർക്ക് ഹെൽപ്ഫുൾ ആവും, അതിന് എനിക്ക് ദൈവം കാണിച്ചു തരുന്ന
കുറേ കാർഡ്സ് ഉണ്ട്. ആ കാർഡ്സിലൂടെ നിങ്ങളുടെ ആവശ്യം എന്താണ്, നിങ്ങളിപ്പോൾ സ്റ്റക്കായിരിക്കുന്ന സിറ്റുവേഷൻ എന്താണ്, അതിന് നിങ്ങൾക്ക് യൂണിവേഴ്സ് എന്താണ് മറുപടി തരുന്നത്, അത് നിങ്ങളിലേക്ക് എങ്ങനെ എത്തിക്കാം, നിങ്ങൾക്ക് അത് എത്രത്തോളം മനസ്സിലാവും. എൻ്റെ റീഡിങ് നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കതൊരു ഹെൽപ്പ് ആവുന്നുണ്ടെങ്കിൽ, അതിൽ ഞാൻ യൂണിവേഴ്സിനോട് നന്ദി പറയുകയാണ്. എൻ്റെ വ്യൂവേഴ്സിന് എൻ്റെ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൂടുതൽ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരും. ഇനി വരുന്ന വീഡിയോസിൽ കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് വേണമെന്ന് എന്നോട് കുറച്ച് പേര് ആവശ്യപ്പെട്ടു. അതുകൊണ്ട് 2025 പുതിയൊരു റീഡിങ്ങുമായിട്ട്, നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിഫിക്കേഷൻ തരുന്ന തരത്തിലുള്ള വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സ്വന്തം നിംസ്.